എല്ലാവർക്കും അവർ വേണ്ട ഹാപ്പിനെസിന്റെ പേരിൽ ഹാപ്പി ഓണം. മതി മതി, ഹാപ്പി ഓണം ഉമ്മയും കൊടുത്തരും. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് വന്നതാണ്. ഇനി ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. ഇന്നലെ ഞാൻ കുറേയൊക്കെ ചെയ്തായിരുന്നു, കുറേയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പായസം ഒന്നും വെച്ചിട്ടില്ല. പായസമൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഇനിയും 1-2 കറികളും കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ പച്ചടിയൊക്കെ അതൊക്കെ ഉണ്ടാക്കണം. പിന്നെ കലിപ്പെണ്ണ് 7:30 ആയപ്പോൾ എഴുന്നേറ്റ് വന്ന ഉടനെ കുളിച്ചിട്ട് പൂ വെക്കണം, പട്ടുപാവാടി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഉള്ള കുറച്ച് മുടിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പൂവൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങോട്ട് നോക്കി ചിരിച്ചു എന്ന് ചിരിക്കപ്പാ. ഹാപ്പി ഓണം പറയും ഇങ്ങോട്ട്. ഭയങ്കര ധൃതിയായിരുന്നു കേട്ടോ. ആദ്യം എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര ധൃതിയായിരുന്നു. എനിക്ക് പൊന്ന് പറയാം, പൊന്ന് ഹാപ്പി ഓണം പറയാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കുളിക്കാതെ. അപ്പോൾ ഞാൻ പറയും കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ട് നമുക്ക് ഇതൊക്കെ പറയാമെന്ന് പറഞ്ഞ് കുളിപ്പിച്ച് കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഇപ്പം താഴെ ഒരു നാണം എന്ന് പറഞ്ഞേ. ചിരിച്ചൊരുമ്പോ എടുത്തിട്ട് ചിരിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന് പറ. ശരി, അപ്പോൾ പണികളൊക്കെ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഞാൻ രാവിലത്തെ പലഹാരത്തിനുള്ള പണിയിലായിരുന്നു അടുക്കളയിൽ. അപ്പം പൊന്നു വന്ന് അടുത്ത് നിൽപ്പുണ്ട്, ഓരോരോ സംശയം ചോദിച്ചിട്ടുണ്ട്. ഫുള്ള് സംശയമാണ്. ഞാനിപ്പോൾ ഈ കുക്കറി വീഡിയോ ഒക്കെ ചെയ്യുന്ന കാണാം. എല്ലാത്തിൻ്റെയും പേരറിയാം, അടുക്കളയിലുള്ള എല്ലാ സാധനത്തിൻ്റെയും എല്ലാ പൊടികളുടെ ഒക്കെ പേരറിയാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കും. അതെന്തിനാ ഇപ്പം മറിച്ചിട്ട്, എന്തിനാ അങ്ങനെ വെച്ച്, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കൊരു കൂട്ടുമാവും, ഈ പണി ചെയ്യുമ്പോൾ എനിക്ക് ബോറടിക്കത്തുമില്ല. അപ്പോൾ ഇന്ന് രാവിലെ മസാലദോശ ഉണ്ടാക്കാനായിട്ട് ഇരുന്നതാ. പക്ഷേ എന്തോ സമയക്കുറവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നടന്നില്ല. പിന്നെ ഇപ്പോൾ സാധാരണ ദോശയും പിന്നെ സാമ്പാർ വെച്ചു ഞാൻ രാവിലെ തന്നെ, അതുമാണ്. അപ്പോൾ രാവിലത്തെ ദോശ അത് ഞങ്ങൾ ഒന്നിച്ചിരുന്നല്ല കഴിച്ചത്. കുഞ്ഞിന് ഞാൻ ആദ്യം തന്നെ അവൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ഈ ഒന്നിച്ചിരുന്നുള്ള കഴിപ്പൊന്നും എന്തായാലും നടക്കത്തില്ല. എല്ലാവർക്കും തിരക്കായിരിക്കും, ഓരോരോ കാര്യങ്ങൾ. ദിലീപാണെങ്കിൽ പൂവ് എനിക്ക് മുല്ലപ്പൂ മേടിക്കാനായിട്ട് പോയിരിക്കുകയാണ്, വന്നില്ല ഇതുവരെ. അപ്പോൾ വരുന്ന സമയം കൊണ്ട് ഞാൻ ഇത് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ആപ്പാട് കോലം കെട്ടാൻ നിൽക്കുന്നത്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞെങ്കിലും ഒരു സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഇനി ഒരു 2-3 കറിയും കൂടെ ഒക്കെ വെക്കാണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം പണി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയിട്ട് ഇനി ഡ്രസ്സൊക്കെ മാറി വരാനായിട്ട്. ദോശ ഉണ്ടാക്കിക്കൊണ്ടിട്ട് ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് അടുക്കി പിടിച്ചു പോയി. അതാണ് ഈ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പൊന്നിൻ്റെയിലൂടെ കൊടുക്ക്. പൊന്നെ പുട്ടു വിടുന്നില്ലേ പൊന്ന? അപ്പോൾ ഇന്നലെ തന്നെ പൂവൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൂ ഇന്നലെ വൈകുന്നേരം മേടിച്ചിട്ട് പിന്നെ സോപ്പ് വെള്ളത്തിലൊക്കെ കഴുകിയെടുത്താണ്. കാര്യം ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നം കാരണം പൂവിൽ നേരിട്ട് ഇടാനായിട്ട് ഒരു പേടി. പിന്നെ ഇങ്ങനെ സോപ്പിട്ട് കഴിയുമ്പോൾ വല്ല ഗുണമുണ്ടോ അതൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങനെ ചെയ്തതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ പൂക്കൾ ഇടാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പേരും കൂടെ പൂയിട്ടോണ്ടിരിക്കുക. ഇവിടെ ഒരാൾ സ്വന്തമായിട്ടൊരു ചെറിയ പൂയിട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ കൂടുന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ പച്ചടിയൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന് തേങ്ങ അരച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിപ്പോയി, ഞാൻ തേങ്ങ അരയ്ക്കുന്ന സൗണ്ട്. ഇതാ ഇപ്പോൾ എന്നെ വഴക്ക് പറയാൻ വന്നിരിക്കുക. എന്നപ്പാ അടിച്ചല്ലേടാ, കറി വെക്കാനായിട്ടല്ലേ? എന്താടാ
സ്വരം ഉണ്ടാക്കാതെ എങ്ങനെയാ മിക്സി അടിക്കുന്നേ? മിക്സി അടിച്ച സ്വരം കേൾക്കും. നീ മിക്സി അടിക്കും. കുട്ട് കടിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ലല്ലോ. പോ പോ പോ, ഓടിപ്പോ ഓടിപ്പോ, പരിസരത്ത് കണ്ടുവരുത്, ഓടിപ്പോ. എന്തെടുക്കാ? എന്തേ? ആര് പറഞ്ഞു വൃത്തിയാന്ന്? അപ്പോൾ ഇതാണ് കേട്ടോ അച്ഛനും മോളും കൂടി ഇട്ട പൂക്കളം. എനിക്കിതിൽ പ്രത്യേകിച്ച് ഒരു റോളും തന്നെ ഇല്ല. ആര്? പൊന്നു പൂക്കളിട്ടോ? അമ്മ വരണോ? അവർ വേൾഡ് ഹാപ്പിനെസിന്റെ വകയായിട്ട് അല്ല എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. എല്ലാവർക്കും അവർ വേൾഡ് ഹാപ്പിനെസിന്റെ പേരിൽ ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറ. അപ്പോ രാവിലെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, കറിയൊക്കെ വെക്കാനുണ്ടായിരുന്നു, അതെല്ലാം തീർത്തു. അതുകൊണ്ട് ഇപ്പം ഞാൻ റെഡിയായി വന്നു. ഇനി ഒരു പായസം കൂടെ വെക്കാനുണ്ട്. ശരിക്കും 2 പായസം വെക്കാനായിട്ടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഒരു എന്താ പരിപ്പ് പായസവും പിന്നെ ഒരു സേമിയ പായസവും. പിന്നെ 2 പായസം ഇല്ല, ഒരു സേമിയ പായസം മാത്രമേ ഉള്ളൂ. സമയം കിട്ടിയില്ല. ശരിക്കും ഇപ്പൊ 1 മണിയായി. അപ്പൊ പെട്ടെന്ന് പായസം വെച്ചിട്ട് 1:30 ആകുമ്പോൾ ഞാൻ കഴിക്കണം. അപ്പൊ ഞാൻ പറയട്ടെ, ഒരു പായസം മാത്രമേ ഉള്ളൂ. അപ്പൊ പായസം വെക്കുന്നത് മാത്രം ഞാൻ ഫുൾ റെസിപ്പി ആയിട്ട് കാണിക്കുന്നുണ്ട്. സേമിയ പായസമാണ്. സേമിയ പായസം വെക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് കുക്കറിൽ തന്നെ ഫുള്ള് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. പിന്നെന്താ പറ, എന്തെങ്കിലും പറ. ഓണത്തെ പറ്റി എന്തെങ്കിലും പറ. ശരി, എന്നാ പൊന്നു പറ. ഇന്നെന്താ വിശേഷം? ഇന്നെന്താ ദിവസം? എന്താ വിശേഷം? ഓണമല്ലേ? ആരാ അവിടെ വീട്ടിൽ വരുന്നത്? ആരാ വരുന്നത്? മാവേലി. മാവേലി വരുമ്പോ നമ്മൾ എങ്ങനെ ഇരിക്കണം? എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞേ. എല്ലാവർക്കും ഹാപ്പി ഓണം പറ. അപ്പൊ ശരി, നമുക്ക് പായസം വെക്കാൻ പോവാണ്. ഇനി അതും കൂടിയുള്ള ലാസ്റ്റ്. അടുക്കളയൊക്കെ ആക്കടെ മോശമായിട്ട് കിടക്കുകയാണ്, അതൊന്നും ശ്രദ്ധിക്കേണ്ട. കുറെ നേരമായി പണി തുടങ്ങിയിട്ട്. ഇന്നലെ രാത്രി 2 മണി വരെ കുക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെയും തുടങ്ങിയതാ. അപ്പൊ സേമിയ പായസം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടൊരു ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലാണ് വെക്കുന്നത്. കാര്യം എനിക്കിപ്പം അങ്ങനെ ഇളക്കിയിരുന്ന് ഒരുപാട് നേരം എടുത്ത് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ട് കുക്കറിലാണ് ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു 1/2 മണിക്കൂറൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കില്ലേ, ഏകദേശം ആ ടേസ്റ്റ് തന്നെ കിട്ടും. പിന്നെ കുറച്ചൊരു തട്ടിക്കൂട്ടാണ്, എല്ലാം കൂടെ കുക്കറിൽ തന്നെ ചെയ്യുന്ന ഒരു എളുപ്പപ്പണി. അപ്പോൾ ഞാനിപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നെയ്യ് ഒഴിക്കാം. ചൂടായിട്ടില്ല, ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നെയ്യ് ഒഴിക്കാം. അപ്പോൾ അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് വേറെ വെക്കാനൊക്കെ പറയാം. കറികളാണെങ്കിൽ 2 പായസം വെക്കാൻ ഉദ്ദേശിച്ചിരുന്നല്ലോ, അതാണെങ്കിൽ നടന്നേയില്ല. അതിലൊരു കുറച്ച് സങ്കടമുണ്ട്. എല്ലാരും ഹായ് പറഞ്ഞേ. ചിരിയുണ്ട്. ഇത് ഞാനിപ്പം നെയ്യ് ഒഴിക്കാൻ പോവാണ്. കാണാൻ പറ്റുന്നുണ്ടോ? നെയ്യ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ സേമിയ കുറച്ച് എടുത്തിട്ടുള്ളൂ. കുറച്ച് സേമിയ അതുപോലെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ നെയ്ക്കകത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ശരിക്കും ഒതന്റിക്കായിട്ട് പായസം വെക്കുന്നവർ കണ്ടാൽ ഇപ്പം എന്നെ ചീത്ത വിളിക്കും, ഇങ്ങനെയൊന്നും അല്ല വെക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സമയക്കുറവുണ്ട്. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ
ഇങ്ങനെയുള്ള എളുപ്പപ്പണി നോക്കാതെ ഒരു രക്ഷയില്ല. എടുക്കണോ? ഒരാളെ എടുക്കാൻ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ എടുക്കാൻ എങ്ങനെയാ പോന്ന? കാണാനോ? എടുക്കാപ്പ, ഇതൊന്ന് ചൂടാവട്ടെ എന്നിട്ട് എടുക്കാവേ. സേമിയ ഏകദേശം ഇങ്ങനെ ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കൂട്ടാ ഇപ്പൊ എടുത്ത അവാർഡല്ലേ? അപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് എളുപ്പത്തിൽ വെക്കാവുന്ന ഒരു പായസമാണെന്ന് പറഞ്ഞു. പിന്നെ തീരെ കുറഞ്ഞ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ പായസം കുടിക്കുന്നത്. എനിക്ക് മാത്രമേ ഉള്ളൂ പായസം ഇഷ്ടം. ഇതാ പൊന്നിനും ഇഷ്ടമല്ല, ദിലീപിനും ഇഷ്ടമല്ല പായസം. ഇഷ്ടമല്ല, നല്ല കുറച്ചേ കുടിക്കുള്ളൂ. സേമിയ പായസം അല്ലേ? സേമിയ പായസം കുഴപ്പമില്ല. പൊന്നിന് കുറച്ച് ഇഷ്ടമാണ്. കാര്യം പൊന്നിന് കൂടുതലും ഞാനിപ്പോ ചോദിക്കാം, പൊന്നെ ചിക്കനാണോ പായസമാണോ ഇഷ്ടം? അത് നോണം ആയതുകൊണ്ടാണ്. പായസം ചിക്കനും ഇഷ്ടം. അല്ലെ, നോണം ആയതുകൊണ്ട് ഇന്ന് പായസമാണ് ഇഷ്ടം അല്ലേ മുത്തേ? അല്ലെങ്കിൽ ചിക്കനാണ്. ചിക്കൻ്റെ ആളാണ്, എപ്പോഴും ചിക്കൻ. ഇന്ന് രാവിലെ ഞാൻ ചുമ്മാ പറഞ്ഞു പൊന്നാ നമ്മുടെ ചാനലിന് വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞേ. അപ്പോൾ പറയണേ, ഹലോ വെൽക്കം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ അല്ലേ? ഞാനിപ്പോൾ തിരുത്തി കൊടുത്തു. ചിക്കൻ ഫ്രൈ എന്നല്ല പറയണ്ടേ, പായസം എന്ന് പറയണം. ഇന്ന് ഓണമാണ്, ഇന്ന് നോൺ വെജ് ഒന്നും പാടില്ല. ഇന്നും ഇന്നലെ ഇല്ലെങ്കിൽ 2 ദിവസത്തേക്ക് നോൺ വെജ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സേമിയ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചക്കര കൂടെ ഒന്ന് താഴെ തന്നെ. അപ്പം എടുക്കാം അമ്മ എടുക്കാം. വാട്ടർ വേണോ? ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ഗ്ലാസ്സിൽ കുടിക്കാനോ? വീഴ്ത്തോ ഉടുപ്പില്? ഉടുപ്പില് വീഴിക്കല്ലേ? വെൽക്കം. അപ്പൊ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാനുള്ള എന്താന്ന് വെച്ചാല് പഞ്ചസാര. ഞാൻ എല്ലാം അതിൻ്റെതായിട്ട് ഇന്നിൽ തന്നെ ഞാൻ കാണിക്കാം കേട്ടോ. സാധാരണ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം പ്രത്യേകം ബൗളിലൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയാം. കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും അടുക്കള നിൽക്കുമ്പോൾ എങ്ങനെയാ അതാത് പാത്രം തുറന്നാൻ ഇടുകയല്ലേ. അപ്പൊ ആ രീതിയിൽ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. അതിനേ ഉള്ളൂ സമയം. അതുകൊണ്ടാട്ടോ. പഞ്ചസാര ഞാനിപ്പോ ഒരു പഞ്ചസാര ഷുഗർ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര അത് ഉപ്പാണോ? മാറിപ്പോയോ? ഇല്ലില്ല, പഞ്ചസാര ഉപ്പ് പാത്രം പഞ്ചസാര പാത്രം ഒരുപോലെ ഞാൻ വെച്ചിരിക്കുന്നത്. അത് നന്നായി. എന്നാ എടുക്കണോ? അവിടെ നിൽക്കില്ല ചക്കര. അമ്മ ഇതൊന്നും ഇളക്കിയിട്ട് എടുക്കാതെ. ഇപ്പൊ പഞ്ചസാരയും നെയ്യും ഇപ്പൊ എടുക്കാം. പഞ്ചസാര എടുക്കും. നെയ്യും വരുവാപ്പ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് 2 ഏലക്ക ഞാൻ ഇവിടെ ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അമ്മയൊന്ന് പറയട്ടെ, ഇതൊന്നും പറഞ്ഞിട്ട് 2 ഏലക്ക ഞാൻ ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. കാര്യം ചൂടായിട്ടുള്ള നെയ്യാണ്. അതിലേക്ക് ഈ പാലൊഴിക്കുമ്പോൾ എന്തായാലും ഇവിടെ എല്ലാം പൊട്ടിത്തെറിക്കും. സാധാരണ അങ്ങനെ ഇവിടെ എല്ലാം പൊട്ടിത്തെറിച്ച് നാശകോശമാക്കിയിട്ടാണ് ഞാൻ പായസം വെക്കാറ്. അപ്പൊ ഇന്ന് ഞാനിപ്പോൾ കുറച്ചൊന്ന് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. ഒന്ന് തണുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പാലൊഴിച്ച് നോക്കാം കേട്ടോ. ഇതിപ്പോ 1/2 ലിറ്റർ പാലാണ് എടുക്കാം. ഇതില് കാഷ്യൂനട്ട് റൈസിൻസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇത് കുക്കാണ്. ഒരു സെക്കൻഡ്. ഞാൻ ചേർക്കുന്നില്ല, എനിക്ക് അത്രയ്ക്ക് അതിന് ഇഷ്ടമല്ല. മുന്തിരിങ്ങ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒന്നെടുത്തോട്ടെ. നോക്ക്. അപ്പൊ എന്താ നമ്മൾ ഉണ്ടാക്കുന്നത്? എന്ത് പായസം? ഞങ്ങളിപ്പോൾ സദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിനു മുമ്പേ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരിലയിൽ ആദ്യം വിളമ്പി വെക്കുമല്ലോ. കുറച്ച് നേരം അത് വിളമ്പി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമ്മൾ വീട്ടിലുള്ളവർ കഴിക്കാതിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇലയിൽ കറികളെല്ലാം വിളമ്പി വെക്കുകയാണ്. ഉപ്പേരിയും ശർക്കര വരട്ടിയും ആദ്യം വിളമ്പി. അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി അച്ചാറായിട്ട് ഇഞ്ചിക്കറിയും നാരങ്ങ അച്ചാറും വിളമ്പാണ്. പിന്നെ തൊടുകറികളായിട്ടുള്ള പച്ചടിയും ഓലനുമാണ് ഞാൻ ഉണ്ടാക്കിയത്.
അത് കഴിഞ്ഞ് ക്യാബേജ് തോരൻ. ഇനി അവിയൽ വിളമ്പാണ്. തൊടുകറികളായിട്ട് ഞാൻ ബീട്രൂട്ട് പച്ചടിയും ഓലനും മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പഴവും പപ്പടവും വെച്ചു. ഇനി ചോറ് വിളമ്പാണ്. ഞാൻ ഇടം കൈ കൊണ്ട് ചോറ് വിളമ്പുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇടം കൈയാണ് വശം. ഇടത് കൈ കൊണ്ടാണ് ഞാൻ എല്ലാം ഇളക്കുന്നതായാലും വെക്കുന്ന എല്ലാം എനിക്ക് ഇടത് കൈയാണ് വശം. വലത് കൈ കൊണ്ട് ഞാൻ എന്തിട്ട് ചെയ്യാൻ നോക്കി അതെല്ലാം തൂവി താഴെ പോവും. അതുകൊണ്ടാണ്. പിന്നെ ഒഴിച്ചുകറിയായിട്ട് പരിപ്പ് കറി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു. ഇത്രയായിരുന്നു ഞങ്ങളുടെ ഓണസദ്യ. ഒരുപാട് കറികളൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. കാര്യം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ തന്നെ നിന്നിട്ട് ഒരു സദ്യ ഉണ്ടാക്കുന്നത്, ഒറ്റയ്ക്ക് നിന്നൊരു സദ്യ ഉണ്ടാക്കുന്നത്. ഒറ്റയ്ക്കെന്ന് വെച്ചാൽ അരിഞ്ഞു തരാനൊക്കെ ദിലീപ് ഹെൽപ്പ് ചെയ്ത് കേട്ടോ. അങ്ങനെയല്ല, കറികൾ വെക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് എന്തായാലും വെച്ചത് കുറച്ച് കറികളേ ഉള്ളെങ്കിലും ഉള്ളതൊക്കെ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കിട്ടി. എന്തോ വലിയ ഭാഗ്യം അത്. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചു. ചോറൊക്കെ വിളമ്പി, വിളക്കിന് മുന്നിൽ വിളമ്പി. അതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് വിളമ്പുവാണ്. ഇപ്പോൾ സമയം 2 മണിയായി. 2 മണി കഴിഞ്ഞു. ഞാനിവിടെ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് ഇവിടെ ഒരാളുടെ തകർത്ത് വരെ കഴിച്ചുകൊണ്ടിരിക്കുക. ഒന്നക്കിട്ടാ ഒരു ഹായ് എന്നൊക്കെ പറയും. അവിടെ 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 ഒന്ന് ബിസിയാന്ന് പറയും. ഒന്ന് ചോറുണ്ണുവാണ്. ഒന്ന് ചോറുണ്ണാൻ തുടങ്ങി. അപ്പൊ നല്ലോണം വിശക്കുന്നുണ്ട്. രാവിലെ ആ ഒരു ധൃതിക്കിടയ്ക്കല്ലേ 2 ദോശ കഴിച്ചതാണ്. അപ്പൊ 3 ദോശ കഴിച്ചതാണ്. അപ്പൊ കഴിക്കട്ടെ. കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. കഴിച്ചു കഴിയുമ്പോ ദിലീപിന് കുറെ ഓണവിശേഷം പറയാനുണ്ട്. പഴയ ഓർമ്മകളൊക്കെ എനിക്കുണ്ട് പറയാൻ. പൊന്നിന് എന്തെങ്കിലും പഴയ ഓർമ്മ ഉണ്ടോ പറയാൻ? ഉണ്ട്. പൊന്നിന് പറയാനുണ്ട്. ഒരു വർഷം മുമ്പത്തെ പഴയ ഓർമ്മ. അപ്പൊ കഴിച്ചു തുടങ്ങാം. അടുത്ത വർഷം നമ്മൾ നാട്ടിൽ പോയിട്ട് അടിച്ചു പൊളിക്കും. അതെ, ഇപ്രാവശ്യം നാട്ടിലൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ ബാംഗ്ലൂർ തന്നെയാണ്. അതെ, ഇതൊന്നും അല്ല ഓണം കേട്ടോ. ഇതൊക്കെ ഒരു ചെറിയ സെറ്റപ്പാണ്. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കും. അപ്പൊ നാട്ടിൽ പോകാൻ പറ്റില്ല. ആരും ഇല്ല. വീട്ടില് അമ്മയോ ആരും തന്നെ ഇല്ല. ഇപ്പോ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു ഓണം ഇത് അങ്ങനെ ആരും ഇല്ലാതെ ഞങ്ങൾ മാത്രമായിട്ടുള്ള ഓണം ഇത് ആദ്യമാണ്. എപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ നാട്ടിൽ പോകുന്ന പതിവാണ്. കൊറോണ വന്നുകൊണ്ടാണ് പോകുന്നത്. നല്ല റിസ്ക് ആണ്. 2 വയസ്സിലായിരുന്നു. അപ്പൊ ഒന്നും തോന്നില്ല കേട്ടോ. അത് കുഞ്ഞിന്റെ സ്പെഷ്യൽ പാത്രമാണ്. ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. എന്താ ഒരുമാതിരി ഓണാഘോഷം ഏതാണ്ട് അതിന്റെ അല്ലേ പൂർണ്ണതയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുറത്തൊന്നും പോയിട്ട് വരാൻ ആഘോഷിക്കാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ബാംഗ്ലൂർ മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ട്. അവരുടെ ഓണം പരിപാടികളൊക്കെ ഉണ്ടാവും. ഈ പ്രാവശ്യം കൊറോണ ആയതുകൊണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. അല്ലാതെ പുറത്ത് പോകായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. നീ പൊന്നിന്റെ വക 2 ഡാൻസും പാട്ടൊക്കെ ഇപ്പൊ ഒരു പാട്ടിട്ട് കൊടുക്കും. പൊന്നി ഡാൻസ് കളിക്കും. പൊന്നി തുളസിക്കെതിരെ പാട്ട് നന്നായിട്ട് പാടും കേട്ടോ. അതൊക്കെ പഠിച്ച് അതൊക്കെ പഠിച്ച് ഇപ്പൊ പഠിച്ചോന്നൊന്ന് പഠിക്കേ. പൂവേ പൊലി പൂവേ എന്താണ് ഇങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ ഞങ്ങള് ബാംഗ്ലൂർ ഇപ്പൊ ഒട്ടും പുറത്തിറങ്ങാറില്ല. ഞങ്ങള് ഏതാണ്ട് കഴിഞ്ഞ മാർച്ചിൽ പൊന്നിന്റെ ബർത്ത്ഡേക്ക് പുറത്തിറങ്ങിയതാ സാധനങ്ങളൊക്കെ മേടിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പുറത്തിറങ്ങുന്ന ഒരു പരിപാടിയേ ഇല്ലായിരുന്നു. കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ 1 വട്ടം പോയി അതിനിടയ്ക്ക്. അതാണ് ആകെ ഒന്ന് പുറത്തോട്ടിറങ്ങിയത്. ഈ കാലിനകത്ത് തന്നെയുള്ള ഇരിപ്പാണ്. ഇപ്പൊ ഓണമായാലും അതുകൊണ്ട് നാട്ടിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറ്റാവുന്ന രീതിയിൽ സ്വന്തം തന്നെത്താനെ ഒരു സദ്യ ഫുള്ളായിട്ട്, അതായത് ശരിക്കും ശർക്കര വരട്ടി ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് തൊട്ടേ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഞാൻ ഇതുവരെ ശർക്കര വരട്ടി ചിപ്സ് ഒന്നും ഉണ്ടാക്കിയില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ ഒന്നേന്ന് തുടങ്ങി അത്യാവശ്യം കറികൾ മുഴുവനൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റിയില്ല. കൂട്ടുകറിയും കിച്ചടിയും ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നത്. എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട്. നാട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ കൂടിയും
ഇവിടെ ആണെങ്കിൽ കൂടി നല്ല സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഓണം. കാര്യം അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. തലേന്ന് രാത്രി ഉറക്കമുളച്ചിരുന്നിട്ടും പിറ്റേന്നും ഒക്കെ എഴുന്നേറ്റിട്ടും ഒക്കെ ഇരുന്ന് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മളാ കഴിക്കുന്ന സമയത്ത് പോയിരിക്കാന്നല്ലാണ്ട് കല്യാണം കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഇത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ആ ഒരു സ്ഥാനത്ത് നിന്നിട്ട് ഫുള്ള് സംഭവങ്ങളും ഉണ്ടാക്കിയിട്ട് പിന്നെ കുഞ്ഞിന് അത് കൊടുത്തു. കുഞ്ഞിന് ഇപ്പൊ 2 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി. അപ്പൊ കുഞ്ഞിന് ഒരുപാട് സന്തോഷമായിരുന്നു. ഓണം എന്ന് പറഞ്ഞ മാവേലി വരുന്നുണ്ട്, മാവേലി വരുമ്പോ ചിരിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. രാവിലെ എണീക്കുകയും ചെയ്തു. സാധാരണ 8 മണി വരെ കിടന്നുറങ്ങുന്ന ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. പെട്ടെന്ന് പട്ടോടെ ഇടാനുള്ള ഒരു ധൃതിക്ക്. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പം പുറത്തുനിന്ന് ആരെങ്കിലും നോക്കുവാണെങ്കിൽ വലിയ കറികളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലാണ് ഈ ഓണം. പൂ പുറത്തുനിന്ന് മേടിച്ചത് അത് നല്ല രസമായിരുന്നു കേട്ടോ. പൂ പുറത്തുനിന്ന് മേടിച്ചിട്ട് രാത്രി കൊണ്ടുവന്നു. ഇപ്പൊ കൊറോണ ഈ കോവിഡിന്റെ ഈ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് പൂവിനെ കൊച്ചും വന്ന് തൊടുമല്ലോ. അപ്പൊ ഡയറക്റ്റ് തൊടാനായിട്ടൊരു പേടി. എവിടുന്ന് പറിച്ചുകൊണ്ട് മറ്റേ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ കഴുകി അതിനകത്ത് കഴുകിയിട്ട് ബേക്കിംഗ് പൗഡർ ഒക്കെ ഇട്ട് കഴുകി പിന്നെ കുക്ക് ചെയ്തിട്ടല്ലേ കഴിക്കുന്നത്. പക്ഷെ പൂവെന്ന് പറയുമ്പോൾ നേരെ ചെന്ന് പിടിക്കല്ലേ. അത് കാരണം ഈ പൂവ് കൊണ്ടുവന്നിട്ട് ഇന്നലെ രാത്രിയില് ഓരോരോ കളറിൽ പൂവായിട്ട് എടുത്തിട്ട് സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് കഴുകിയെടുത്ത് പിന്നെയും കഴുകി അങ്ങനെ ആ പൂവ് എടുത്തത്. ആ 2-3 കടലിലൂടെ തന്നെ പൂവ് പകുതി വാടിയിരുന്നു. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയാണ്. പറഞ്ഞേ സദ്യയാണ്. ഓണസദ്യക്ക് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയത്? അല്ല അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവിയലുണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, അച്ചാറുണ്ടാക്കി, പായസം വെച്ചു, പപ്പടം വറുത്തു. നമ്മളിന്ന് പ്ലേറ്റിലാണോ ചോറുണ്ടത്? എവിടെ നമ്മൾ ചോറുണ്ട്? എന്തിനാ ചോറുണ്ട്? എന്തല്ലേ? അച്ഛൻ മേടിച്ചല്ലേ? എന്തല്ലായിരുന്നു? പഴം കഴിക്കത്തില്ലേ? അതിന്റെ ഇലയാണത്. ബനാന ലീഫ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഓണം? അടിപൊളിയായിരുന്നോ? എന്നാ പറ, അടിപൊളി എന്ന് പറ. മതി. അപ്പൊ ഇത്രയുള്ളൂ ഓണവിശേഷം. ഇനിയിപ്പോൾ ഉള്ളത് ക്ലീനിങ് ആണ്. അത് അതുപോലെ വായിക്കുക, അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോകണം. ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ അതിന് രാത്രി 2 മണി കഴിഞ്ഞിട്ടൊക്കെ കിടന്നേ. അപ്പൊ ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ഇത് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാനാ കേട്ടോ പറഞ്ഞേ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ശരി. ഇനിയുണ്ടോ? ഇതൊക്കെ കേൾക്കുന്നുണ്ടോ വീഡിയോയില്? ചിലപ്പോ എനിക്ക് നല്ല വീഡിയോ കൂടെ എടുക്കാനുള്ള ആവതുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് സമയത്ത് ഞാൻ ഒന്നുകൂടെ വരാം. അതെല്ലാം ചിലപ്പോൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കും. എല്ലാവർക്കും ഓണാശംസകൾ. പിന്നെ ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി പറയുന്നു. താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിൻ്റെ ഓണം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.